ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ സീരീസ് തുടരുകയാണ്. അതായത് ആഫ്റ്റർ പ്ലസ് ടു വാട്ട് നെക്സ്റ്റ്. പിന്നെ ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്ലസ് ടു 10 കഴിഞ്ഞ് നമ്മൾ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ഇങ്ങനൊരു കാര്യത്തിനെക്കുറിച്ചൊരു ഡിസിഷൻ എന്തായാലും എടുത്തു. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പ്ലസ് ടു മാത്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതർ ചിലർ ബയോളജി ആയിരിക്കും, ചിലർ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, ചിലർ മാത്തമാറ്റിക്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ വേരിയേഷൻ ഒഴിച്ചാൽ ബാക്കി നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത്, ചില കുട്ടികൾക്ക് ഓൾറെഡി അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇന്ന എൻജിനീയറിങ് കോഴ്സ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ മെക്കാനിക്കൽ പഠിക്കും, മെക്കാനിക്കലിന് ജോയിൻ ചെയ്യും. അതിനുശേഷം ഞാൻ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് ചെയ്യും. ഐ വിൽ ബി ഗോയിങ് ഇൻ ദാറ്റ് ഫീൽഡ്. ചിലർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ മെഡിസിൻ തന്നെയാണ്, വേറൊന്നും എനിക്ക് വേണ്ട. ഐ വിൽ ബി ഡൂയിങ് MBBS ആഫ്റ്റർ PG, ദിസ് ആൻഡ് ദിസ്, ഐ എം ഗോയിങ് ഫോർ ദാറ്റ് തിങ്. അല്ലെങ്കിൽ ചിലർ കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യും. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു 10% അല്ലെങ്കിൽ 20% കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ വലിയ സെലക്ഷനൊന്നും ഇല്ല. ഞാൻ എന്തായാലും പാരൻസ് പറഞ്ഞു, അല്ല എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഇതേമാതിരി പോകുന്നു, അതുകൊണ്ട് ഞാനും സയൻസ് ഗ്രൂപ്പ് എടുത്തു. അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എനിക്കിതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനിതെടുത്തു. ഇനി എന്ത് കിട്ടുന്നോ അതിൽ പോവാം. അങ്ങനെ ഒരു വിഭാഗം കുട്ടികളുണ്ടാവും. ചില ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4ാം ക്ലാസ്സിൽ ടീച്ചറാവണം എന്നായിരിക്കും. 5ാം ക്ലാസ്സിൽ അത് വന്ന് അവർക്ക് ഇഷ്ടമുള്ള നായകൻ ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും അഭിനയിച്ചു, ഉടനെ അങ്ങേരെ പോലെ പോലീസ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഫൈറ്റ് സീനൊക്കെ കണ്ടിട്ട് ആർമിയിലാവണം, അല്ലെങ്കിൽ ഇൻ്റലിജൻസിൽ പോകണം. സിനിമയിലെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് സിനിമയിലെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുക. ഇന്നത്തെ അല്ല നാളെ, അല്ലെ 10 ദിവസം കഴിഞ്ഞ് വേറെ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ എങ്ങനെയാണ്, എന്ത് ബേസിസിലാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഒരു 4, 5, 6 വർഷം നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ എനർജി, നമ്മുടെ ടൈം, ഇതൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു 17, 18, 19, 20, 21. ആഫ്റ്റർ 27 ലൈഫ് ഇസ് ഡിഫറെൻറ്റ്. ഈവൻ ആഫ്റ്റർ 35 നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ ഉണ്ടാവും, പക്ഷേ എനർജി ഉണ്ടാവില്ല. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മുന്നോട്ട് പോകത്തില്ല. ശരീരവും മനസ്സും അതിന് സമ്മതിക്കണമെന്നില്ല. സോ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എനർജറ്റിക്, ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടതായ എനർജിയാണ്. റിസോഴ്സസ് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് ശരിയാണ് കുറേ എക്സ്പീരിയൻസസ് ഇല്ല. പക്ഷേ ഇന്നത്തെ ഒരു കാലയളവിൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഇങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ പോസിബിളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് വെറൈറ്റി ഓഫ് ജോബ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും, എങ്ങനെയാണ് നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിന് നല്ലതെന്ന് നമുക്ക് തോന്നുന്നത്, അതിനെങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ അതിനൊരു സെലക്ഷൻ പ്രോസസ്സ്, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടത്തേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഞാൻ പെൺകുട്ടികളെയാണ് കണ്ടിരിക്കുന്നത്. അവർ എന്തെങ്കിലും ഒരു സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടാവും. അതായത് എൻജിനീയറിങ് പഠിക്കുന്നുണ്ടാവും, ഈവൻ ചിലപ്പം സിവിൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബേസിക് കോഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും ജോലിക്കായിരിക്കും പോകുന്നത്. ഒരു ബന്ധവും ഇല്ല. ചിലപ്പം മെക്കാനിക്കൽ എൻജിനീയറിംഗ്, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി IT ഫീൽഡിൽ പോകും. കുറേ കാലം അതിൽ വർക്ക് ചെയ്യും. എന്തിനാണോ ഇത് പഠിച്ചത്, എന്തിനാണോ അത് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് അതെല്ലാം വിട്ടിട്ട് വേറെ ചിലപ്പോൾ ബാങ്കിങ് സെക്ടറിൽ പോകുന്നുണ്ടാവും. അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത പല പല കാര്യങ്ങൾ ചെയ്ത് ഇതല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ട് പോലും ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളും കാണും. എന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയില്ല. അപ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ബേസിക്കലി നമ്മളെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനും നല്ലൊരു ജോലി കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണല്ലോ.
അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് റിസർച്ച് നടത്തി മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമുക്ക് നല്ല ജോലിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനോ ഒക്കെ കിട്ടാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തുമാത്രം ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, നമ്മൾ 5 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒരു കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അപ്പോൾ നമ്മളൊരു ലെവലിലെത്തി, പ്ലസ് അത് കഴിഞ്ഞ് ഇതുമായിട്ട് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അവിടെ 0 എന്ന് തുടങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഡിഗ്രി ചെയ്തു, പിന്നെ വേറൊരു സബ്ജക്റ്റിൽ PG ചെയ്തു, ഇതൊന്നും ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും പോയി വേറൊരു ഡിഗ്രി അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. ബേസിക്കലി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഏതെങ്കിലും ഒരു ഫീൽഡ്, അതല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ ആവണം, ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മളുടെ പേരൻസ് ആരെങ്കിലും ഫാദറോ മദറോ അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സ് ലൈക്ക് നമ്മുടെ അങ്കിൾ, അമ്മാവന്മാർ, അല്ലെങ്കിൽ ചിറ്റപ്പൻ, അങ്ങനെ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലുമോ നമ്മുടെ കസിൻസോ ഇങ്ങനെയൊന്നും ആരും ഈ പറയുന്ന ഫീൽഡിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് ഒരു 10 15 വർഷം അല്ലെങ്കിൽ 5 6 7 വർഷമെങ്കിലും, അതായത് ഇപ്പോൾ കയറിയ ഒരാളെ അല്ല, 5 6 7 വർഷമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, വളരെ വിജയിക്കണമെന്നൊന്നുമില്ല, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നോർമൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളങ്ങ് ടോപ്പിലെത്തുക അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഒരു നോർമൽ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചെന്ന് കാണണം. നമ്മുടെ പേരൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം, എന്താണ് ഈ ഒരു ജോബിൻ്റെ പ്രത്യേകത, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ഒരു ഫിലിമിൽ കാണുന്ന പോലെ ഒരു പോലീസ് ഓഫീസർ നമ്മൾ കാണുന്നു, എല്ലാവരും ഇടിച്ച് പപ്പടമാക്കുന്നു, അയാൾ ഫുൾ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടാകും. പക്ഷേ റിയൽ ലൈഫിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ്. അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഒരു 10% ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി പല കാര്യങ്ങളും ഈ ജോബിൻ്റെ ഭാഗമായി ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ റിയലായിട്ട്, നോട്ട് ഇൻ ഒരു സിനിമയിലോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള 1 2 ആളുകളുടെ വീഡിയോ കണ്ടിട്ടോ ഒന്നുമല്ല, അങ്ങനെയുള്ളവരെ നമ്മൾ കാണണം, ഓക്കെ. ബട്ട് റിയലായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും പോയി പരിചയപ്പെടണം, കണ്ടുമുട്ടണം, ലൈക്ക് സംസാരിക്കണം. അങ്കിളെ, എന്താണ് ഈ ഒരു ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഇപ്പോഴത്തെ നമ്മളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ എന്തുമാത്രം സക്സസ് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ജോലിയാണ് നമ്മൾ നോർമലി ഒരു റിയൽ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവരോട് റിയലായിട്ട്, ചിലപ്പോൾ നമ്മുടെ പേരൻസ് തന്നെ അതിനകത്ത് ഉണ്ടാകും, എന്നാൽ പോലും നമുക്ക് പലപ്പോഴും അറിയണമെന്നില്ല. ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്, പക്ഷേ അതിലെന്താണ് മൺഡേ ലൈഫാണോ, അതിലെന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എവിടെയൊക്കെ നമ്മളുടെ ഒരു സ്വഭാവവുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു മനസ്സിൽ ഇമേജ് ഉണ്ടാവും, ഇന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ആസ് എ ഡോക്ടർ, ആസ് എ പ്രൊഫഷണൽ, നമുക്കിങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈഫ്, ആസ് എ ലോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈഫ് എന്ന് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ഇതുമായിട്ട് വല്ല ബന്ധമുള്ളതാണോ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അവരെ വളരെ അടുത്തറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ആ പ്രൊഫഷനോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ജോലി തന്നെ, ആ ഒരു പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്ത് ആ ഒരു കോഴ്സ് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്കൊരു സപ്പോർട്ടിങ് മെക്കാനിസം ഉണ്ട് ഓൾറെഡി. അപ്പം നമ്മുടെ പേരൻസ് 2 പേരും ഡോക്ടേഴ്സാണ്. നമ്മൾ ഓഫ് കോഴ്സ് ചിലർ പറയാം അച്ഛനും അമ്മയും ഡോക്ടറായാലും ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല, അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഓൾറെഡി ഒരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ജനറേഷനാണ്, അവരുണ്ടാക്കി വെച്ച അവരുടെ ക്ലയൻസ്, അവരുടെ ഗുഡ് വിൽ, അവരുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പറയാറില്ലേ നെപ്പോ കിഡ്സ്, എന്താ പറയുക, ഫിലിം ഫീൽഡിൽ. അപ്പോൾ കുറച്ച് അത്യാവശ്യം അഭിനയിക്കാൻ കഴിവുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കഴിവ് അല്ലെങ്കിൽ ടാലൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോർമലി ഒരു സാധാരണക്കാരന് ആസ് എ ന്യൂ കമറിന് കിട്ടുന്നതിനേക്കാളും ഒരുപാട് ബെനിഫിറ്റ് ഓൾറെഡി ഈ ഫീൽഡിലുള്ളവർക്കുണ്ട്. കാരണം അവർക്ക് ടെക്നീഷ്യൻസിനെ അറിയാം, അവർക്ക് ഡയറക്ടേഴ്സിനെ അറിയാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ കാശുണ്ടെങ്കിൽ അവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു ഇൻട്രോ അവരുടെ നമ്മൾ പറയത്തില്ലേ ഓട്ടക്കാരെല്ലാവരും ഒരു കോമ്പറ്റീഷനിൽ സെയിം പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇവർ ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരുപാട് മുന്നിലാണ്. അപ്പം നമ്മുടെ പേരൻസ്, അത് നെക്സ്റ്റ് നമ്മളതിനെ കുറ്റം പറയുമോ, നമുക്കത് മോശമൊന്നും, അതൊക്കെ റിയൽ ലൈഫിൽ ഉള്ളതാണ്.
അപ്പം നമ്മളുടെ പേരൻസ് ചിലപ്പോൾ രണ്ടുപേരും അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മാവനോ നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആളുകളാണെങ്കിൽ നമുക്കൊരു നല്ല സ്റ്റാർട്ടിംഗ് ഉണ്ട്. അവരുടെ ക്ലയൻസ് ഉണ്ട്. ഈ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടിങ് മെക്കാനിസം ഉണ്ട്, നമുക്കൊരു ബാക്കപ്പ് ഉണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയും ഏതെങ്കിലും നല്ലൊരു പ്രൈവറ്റ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പൊന്നും പറയുന്നത് കിട്ടണമെന്നില്ല. ബേസിക് ആ ജോലിയെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻ പ്രൈവറ്റ് ഫീൽഡ് ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജും നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ ബാക്കപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമുക്ക് കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമുക്കും കുറേ ബാക്കപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആസ് എ സജഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അച്ഛനമ്മ ഇപ്പോൾ ലോ ഫേമിലുള്ള ആൾക്കാരാണ്, രണ്ടുപേരും LLB അഡ്വക്കേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം നിങ്ങളും ആ ഫീൽഡിൽ തന്നെ ചെയ്യുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫ്യൂച്ചറുണ്ട്, ഇന്നത് കഴിഞ്ഞ് ഇന്നതിലേക്ക് പോകാം. അങ്ങനെ ഒരു നമ്മളുടെ പാത്ത് നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയാത്തതൊന്നും നമുക്ക് ആവാൻ പറ്റില്ല. അപ്പം നമ്മൾ ക്ലിയറായിട്ട് നമ്മളുടെ ആ ഫ്യൂച്ചറിനെ നമുക്ക് കാണാൻ പറ്റണം. ആസ് എ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇതായിരിക്കും ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പേരൻസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഫീൽഡിലുള്ള ആരോടെങ്കിലും ഒരു 10-20 മിനിറ്റ്സ് സംസാരിക്കുക. അവരോട് നമ്മളുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്, ഈ ജോലിയെക്കുറിച്ച് ഇത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഒരു രീതി എങ്ങനെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ആർ യു ഡൂയിങ് ദെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഇതൊന്നും കിട്ടിയില്ല, നമുക്ക് ഇങ്ങനെയൊന്നും ആരെയും കിട്ടിയില്ല, നമ്മൾ കിട്ടുന്ന ചോയ്സിൽ നിന്ന് നമ്മൾ ഉള്ളതങ്ങ് എടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ പോലും അത് നമ്മളുടെ ഡിസിഷൻ കഴിഞ്ഞു എന്ന് കരുതുക. കാരണം ഇപ്പം നിങ്ങൾ ഓൾറെഡി മെഡിസിൻ എഞ്ചിനീയറിംഗ് ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു ലോ ഫേമിലേക്കോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും അല്ലാത്ത ഇപ്പം ഇതിനൊക്കെ ശേഷവും നമുക്ക് എഞ്ചിനീയേഴ്സാണ് ഒരുപാട് പേര് ബാങ്കിങ് സെക്ടറിലുള്ളത്. പക്ഷേ അവർ പലപ്പോഴും പ്രൊഫഷണലിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അക്കൗണ്ടിങ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കാരണം 4 വർഷം ഇവർ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആസ് ആൻ എഞ്ചിനീയർ യു ക്യാൻ എക്സൽ ബിക്കോസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, എക്സാമിന് മാർക്ക് കിട്ടും, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ടെസ്റ്റ് എഴുതി എടുക്കും. പക്ഷേ അതിനുശേഷം ഈ അക്കൗണ്ടൻസി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചെടുക്കണം. ഈ ജോലിക്കിടയ്ക്ക് അത് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബട്ട് നോട്ട് ഇമ്പോസിബിൾ, ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു ബാങ്കിങ് ഫീൽഡിലേക്കാണ് പോകേണ്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് BCom എടുത്തിട്ടില്ല? കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ ആദ്യമേ തന്നെ പഠിക്കാമായിരുന്നല്ലോ, +2 പഠിക്കാമായിരുന്നു. യു ഗോ ഇൻ ദാറ്റ് വേ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. കാരണം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു MBA എടുക്കാം. 3 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് യു ക്യാൻ ഗോ ഫോർ ആൻ MBA ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ട്രൈ ഫോർ കോച്ചിങ് ഓൾസോ. ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡ്. ഇപ്പോൾ ആ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. യു പറയുന്നത് എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ ഫീൽഡ്, ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഒരു നല്ലൊരു ഡോക്ടറെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അപ്പോൾ അവരുമായിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കോഴ്സ് പഠിച്ചു ഇറങ്ങി നമുക്കാരും ജോലി കൊണ്ട് തരുമൊന്നുമില്ല. സോ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആവണം. വാട്ട് ഈസ് ഇൻ ദ മാർക്കറ്റിന് എന്താണ് ആവശ്യം. ഇപ്പോഴത്തെ ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞ് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ലോകത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അതനുസരിച്ച് നെക്സ്റ്റ് ചിലപ്പോൾ ഒരു 6 മന്ത്സ് കോഴ്സും കൂടെ ചെയ്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫീൽഡിൽ നല്ലൊരു ലെവലിൽ കിട്ടുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു മെൻറ്ററെ വേണം. ചിലപ്പോൾ പേരൻസ് ആണെങ്കിൽ തന്നെയും അവർ ചിലപ്പോൾ ഒരു ഓൾഡ് ജനറേഷൻ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ പേരൻസിൻ്റെ നോളജെല്ലാം നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു കസിൻസ് ഒരു 4, 5, 6 അല്ലെങ്കിൽ 7 വർഷം സീനിയറായിട്ടുള്ള നമ്മളുടെ തന്നെ കോളേജിലെ സീനിയേഴ്സ് ആവാം. അങ്ങനെ ഒരു 6-7 വർഷം സീനിയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് യു ഹാവ് ടു ബി ഇൻ ടച്ച്. എന്നിട്ട് വേണം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൊന്നും പെടാതെ കിട്ടുന്നത് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ഇഫ് യു ആർ ഇൻ ദാറ്റ് ഏരിയ, അങ്ങനെ ഒരു ലെവലിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുക, അവരോട് സംസാരിക്കുക. എന്ത് കോഴ്സ് പഠിച്ചാലാണ് നമുക്കൊരു മെൻറ്റർ ഉണ്ടാവണം. എന്ത് കോഴ്സ് പഠിച്ചാലാണ് എനിക്ക് കുറച്ചുകൂടെ ഈ നാട്ടിലോ വെളിയിലോ ഏത് സ്ഥലത്താണ് എനിക്ക്
നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ കുറേ സമയം മൊബൈലിലൊക്കെ കാണുന്ന ആൾക്കും, മൊബൈലിലാണെങ്കിൽ തന്നെ നമ്മൾ ഇൻ്റർനെറ്റിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യു സെർച്ച്. അപ്പോൾ നിങ്ങളെ ഫോക്കസ് എപ്പോഴും ഇതായിരിക്കണം. എൻ്റെ ഒരു സബ്ജക്റ്റ്, എനിക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ഫീൽഡിലും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അതിനുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക. എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് ഇപ്പോൾ ലിങ്ക്ഡിനൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഒരു കോഴ്സൊക്കെ കഴിയുമ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾ അങ്ങനെ ഒരു ലെവലിലുള്ള ആളെ അല്ല, നമ്മുടെ ഈ നമുക്കിങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും പരിചയമില്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് പേരെ ഓൺലൈനായിട്ടോ ഫ്രണ്ട്സായിട്ട്, അപ്പോൾ അവരൊന്നും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരണമെന്നില്ല, കാരണം അവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവരെ അങ്ങോട്ട് ചെന്ന് മീറ്റ് ചെയ്യുക, കുറച്ച് സമയം ചോദിക്കുക, അവരുമായിട്ട് പേഴ്സണലി ഇൻ്റർവ്യൂ നടത്തുക. ബേസിക്കലി ഇൻ്റർവ്യൂ തന്നെ നടത്തുക. അവരോട് നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ ഓഫീസ് സെറ്റപ്പ് എങ്ങനെയാണ്. ചിലർക്ക് വളരെ ആഷ്പോഷ് ഓഫീസിലൊക്കെ ഇരിക്കുന്ന, AC ഓഫീസിലൊക്കെ ഇരിക്കുന്നതായിരിക്കും താല്പര്യം. ചിലർക്ക് വർക്കിംഗ് കണ്ടീഷൻ, ചിലർക്ക് അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, ചിലർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ലൈക്ക് ഞാൻ കുറച്ച് അസ്ട്രോളജിയാണ്, നിങ്ങളുമായിട്ട് അസ്ട്രോളജിക്കൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു കാര്യമില്ല, കാരണം പലർക്കും അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് ചിലരുടെ ഇതിൽ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനേ പറ്റില്ല, അവർക്ക് ഇറങ്ങി നടക്കണം. അങ്ങനെയുള്ളവർക്ക് ഓഫീസിൽ കടച്ചു കെട്ടി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത്, ദൈവം ഇത് ഈ ഓഫീസിൽ അടഞ്ഞു കെട്ടിയിരിക്കേണ്ട ഒരു ജോലിയാണെന്ന്. അങ്ങനെയുള്ളവർക്ക് അത് പറ്റത്തില്ല. പിന്നെ അവർക്ക് ഫ്രസ്ട്രേഷൻ വരും, പിന്നെ വിഷമം വരും, പിന്നെ അവർ വേറെ ഫീൽഡിലേക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ജോലിയിലെ സ്ട്രെസ്സും ഈ ടെൻഷനും അതുപോലെ തന്നെ താല്പര്യമില്ലായ്മയും വരുമ്പോഴത്തേക്കും നമ്മൾ വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോഴൊരു നല്ല ടൈമാണ്. ഒരു പക്ഷേ 10 കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും ബെസ്റ്റ് ടൈം. അപ്പോഴത്തേക്ക് നിങ്ങളും അത്ര പേരൻസൊക്കെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് അറിയുമ്പോഴത്തേക്ക് ഒരു 10-40 വയസ്സാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഡിസൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ കിട്ടുന്നത് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യുക, മുന്നോട്ട് പോവുക. എന്തോ ആണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് പാർവതിയുടെ ചാനലാണ്, ഇതിൽ ഞാനാണ് ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വൈബ് ആയിരിക്കത്തില്ല, ഞാൻ കുറച്ച് ഏജ്ഡാണ്, എങ്കിലും ആസ് എ ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക, ഇൻഫോം ചെയ്യുക. അതല്ല നിങ്ങൾക്ക് എന്ത് കാര്യത്തിനെക്കുറിച്ചാണ് ഇനിയൊരു ഗൈഡൻസ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്നു. താങ്ക് യു.